അഡ്വക്കേറ്റ് ജയസൂര്യൻ, നോക്കൂ, ഈ ആശങ്കകൾ നേരത്തെ മുതൽ തന്നെ ഉയരുന്നതാണ്. ഈ ബില്ല് പാസ്സാക്കുമ്പോൾ എന്തിനാണ് ഈ വ്യവസ്ഥകൾ എന്ന ചോദ്യം വളരെ ശക്തമായി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയതാണ്. ഇപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ തിരക്ക് പിടിച്ചത് നടത്താനുള്ള നീക്കം നടത്തുമ്പോൾ അതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന സംശയം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചുണ്ടാകുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ വിഹിതം കുറയും, അവരുടെ നിയമരൂപീകരണത്തിൽ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിലൊക്കെ അത് ബാധിക്കുമെന്ന വലിയ ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ ആശങ്കകൾ അത് അഡ്രസ് ചെയ്യുക എന്നതായിരുന്നില്ലേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടിയിരുന്നത്? 50% വർധന എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു പല സോഴ്സുകളിൽ നിന്നും. അത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ബില്ലിന്റെ കരട് വരുമ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ ബില്ലിൽ ഇല്ല എന്നത് വ്യക്തമാകുന്നു. അപ്പോൾ എന്തിനാണ് ഈ ദുരൂഹത സൃഷ്ടിക്കൽ? ആശങ്കകൾ പരിഹരിക്കപ്പെടുക എന്നതായിരുന്നില്ലേ ആദ്യം വേണ്ടിയിരുന്നത്? ഈ ആശങ്കകൾ എന്നൊക്കെ ഇപ്പോൾ പറയപ്പെടുന്നത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ബോംബുകളാണ്, അല്ലാതെ ഒരാശങ്കയും അവിടെയില്ല. ഇവർ ഈ ആശങ്കയുടെ ബോംബുകൾ ഇട്ടുകൊണ്ട് വളരെ പവിത്രമായിട്ടുള്ള ഒരു കാര്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. 1996 ഈ സംവരണ ബില്ല് നമ്മുടെ പാർലമെന്റിൽ ചർച്ച ആരംഭിച്ചതാണ്. 1996 കഴിഞ്ഞിട്ട് ഇപ്പൊ 30 വർഷമായി. ഈ 30 വർഷത്തിനിടയ്ക്ക് ശ്രീമതി സോണിയാഗാന്ധി 20-23 വർഷക്കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരണം നടത്തി. അന്നൊന്നും തന്നെ ഈ സംവരണ ബില്ലിൽ തീരുമാനം എടുക്കാൻ പറ്റിയില്ല, നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ പണ്ടേ പാസ്സാക്കി പോകാമായിരുന്നു. മാത്രമല്ല 1971 ശേഷം ഇന്ന് വരെ ഏതാണ്ട് 55 വർഷക്കാലമായി നമ്മുടെ ജനസംഖ്യയിലുണ്ടായ മാറ്റം, ആ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ അര പതിറ്റാണ്ടും കഴിഞ്ഞിട്ടും നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കും. പിന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യയെ കുറിച്ചൊക്കെ പറയുന്നത്, അതാണ് ഞാൻ പറയുന്നത്, അത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ബോംബാണ്. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 7 സംസ്ഥാനങ്ങളുണ്ട്. ആ 7 സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ തുലോം കുറവാണ്. പക്ഷെ ഇപ്പോൾ നോക്കൂ, എല്ലാ കാലഘട്ടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന അലോട്ട്മെന്റ്, ബജറ്റ് അലോട്ട്മെന്റ്, മറ്റ് പദ്ധതികൾ, പ്രത്യേക പാക്കേജുകൾ, ഇതൊക്കെ അവിടുത്തെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നോക്കിയിട്ടല്ലല്ലോ. അതുപോലെ ജമ്മു കാശ്മീരിന് നമ്മൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ജമ്മു കാശ്മീരിലെ ജനസംഖ്യ നോക്കിയിട്ടല്ലല്ലോ. അപ്പോൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതൊക്കെ ഈ രാജ്യം കൃത്യമായി കണ്ടറിഞ്ഞ് ഓരോ പ്രദേശങ്ങളിലും എത്ര വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് ഈ രാജ്യത്തെ പാർലമെന്റില് എല്ലാ അംഗങ്ങളും ഒന്നിച്ചിരുന്നിട്ടാണ്. അതല്ലെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എത്രയോ വലിയ ശബ്ദം ഉയർത്തേണ്ടതാണ്. ഞങ്ങൾ ജനസംഖ്യയിൽ തീരെ കുറവാണ്, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, ഞങ്ങളെ തഴഞ്ഞു. അവർ പറയുന്നില്ലല്ലോ. കാരണം വൻ സംസ്ഥാനങ്ങൾ, അമേരിക്കയുടെ ഒപ്പം ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പൊ ജനസംഖ്യ അടിസ്ഥാനത്തിൽ കുറഞ്ഞു പോകുമെന്നുള്ളത് കേവലം ഒരു ആശങ്കയാണ്. ജയസൂര്യൻ, ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതം ലഭിക്കുന്നത് ജനസംഖ്യ ആനുപാതികമായാണ്. അത് വലിയ രീതിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഗ്രാന്റ് അനുവദിച്ചുകൊണ്ടാണ് അത് പരിഹരിക്കപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് കേരളമൊക്കെ പിടിച്ചു നിന്നത്. അല്ല, തീർച്ചയായിട്ടും അതിന് മെക്കാനിസം ഉണ്ട് എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ ഗ്രാന്റ് അനുവദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് കിട്ടുന്നുമുണ്ട്, ലഭിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ജമ്മു കാശ്മീരിലെയോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയോ ടാക്സിന്റെ വരവ് നോക്കിയിട്ടല്ലല്ലോ അവിടെ നമ്മൾ ചെലവ് ചെയ്യുന്നത്. അവിടെ ഇത്ര ടാക്സ് തന്നുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്നല്ലല്ലോ പറയുന്നത്. ഇതൊക്കെ സുതാര്യമായി നമുക്ക് ബജറ്റ് റിപ്പോർട്ടുകളിൽ കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് കേവലം ഒരു ആശങ്ക ഉയർത്താൻ വേണ്ടി തെക്കേ ഇന്ത്യ തഴയാൻ പോകുന്നു എന്നൊരു ഭയം കൊണ്ടുവരികയാണ്. അതിന്റെ യാതൊരു ആവശ്യമില്ല. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. അപ്പോ സത്യത്തിൽ ഇവിടെ വരാൻ പോകുന്ന ഈ ബില്ല് തിടുക്കപ്പെട്ട് അവതരിപ്പിച്ചതല്ല. കഴിഞ്ഞ 30 കൊല്ലമായി പാർലമെന്റിൽ കിടപ്പുണ്ട്. അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണെന്ന് മാത്രം. അതൊരിക്കലും ഗവൺമെന്റിന്റെ മഹാഭൂരിപക്ഷത്തിന്റെ അഹങ്കാരം കൊണ്ടല്ല. നമുക്കറിയാമല്ലോ, BJPക്ക് ഭൂരിപക്ഷം ഇല്ല. മറ്റ് 2 പാർട്ടികളുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും കൂടി 3/2 ഭൂരിപക്ഷത്തിൽ മാത്രം പാസ്സാക്കിയെടുക്കാൻ കഴിയുന്ന ഈ ഒരു നിയമത്തിനെ ഒരു ഗവൺമെന്റിന് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരിക്കലും 3/2 ഭൂരിപക്ഷത്തിൽ ഇത് നടപ്പാക്കിയെടുക്കാവുന്ന അഹങ്കാരവുമില്ല. അഹങ്കാരം ഒട്ട് നടക്കാനും പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ 30 കൊല്ലമായി പാർലമെന്റിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന ആത്മാർത്ഥതയില്ലാത്ത ഈ ചർച്ചയ്ക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഒരു അവസാനം ഉണ്ടാവണ്ടേ? എന്നെങ്കിലും ഒരിക്കൽ കഴിഞ്ഞ 56 കൊല്ലമായിട്ട് ജയസൂര്യൻ, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ
ഈ ഉപാധികൾ ഒഴിവാക്കിയാൽ മതി, പ്രതിപക്ഷം ഒപ്പം നിൽക്കും. ഉപാധികൾ ഒഴിവാക്കിക്കൊണ്ട് നടപ്പിലാക്കൂ എന്നതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ഉപാധികൾ ഒഴിവാക്കിയാൽ ഉടൻ തന്നെ ബില്ല് പാസ്സാക്കാൻ പറ്റും. അല്ല, അതിനുവേണ്ടിയാണല്ലോ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കുന്നത്. അതായത് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പുറത്തിരുന്ന് ചർച്ച ചെയ്ത് സൂത്രത്തിൽ പാസ്സാക്കേണ്ട കാര്യമല്ലല്ലോ ഇത്. ഇത് ഭരണഘടനാപരമായി തന്നെ പാസ്സാക്കിയെടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ പാർലമെന്റില് ഇത് ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്യുമ്പോൾ തള്ളിക്കളയണമെങ്കിൽ തള്ളിക്കളയട്ടെ. ഇവിടെ ശക്തമായ പ്രതിപക്ഷമുണ്ടല്ലോ. ഭരണപക്ഷം ഭൂരിപക്ഷം ഇല്ലാത്ത ദുർബല ഭരണപക്ഷമല്ലേ? ശരി, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത BJP അല്ലേ ഭരിക്കുന്നത്? തള്ളിക്കളയട്ടെന്നേ. പ്രതിപക്ഷം തള്ളിക്കളയട്ടെ, എന്നിട്ട് ഭരണപക്ഷത്തെ അടിച്ച് നിരപ്പാക്കി കളയട്ടെ. ശരി. എന്നാൽ അവിടെ അപ്പോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് എന്തുകൊണ്ട് ബില്ല് കൊണ്ടുവന്നില്ല എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ആനി രാജ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ആനി രാജ, നോക്കൂ, താങ്കൾ വനിതാ സംവരണ ബില്ലിന് വേണ്ടി എത്രമാത്രം ശബ്ദമുയർത്തിയിട്ടുണ്ടെന്ന് അറിയാം. സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി എത്രമാത്രം ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് എന്നറിയാം. ഇന്ന് ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ നാളെ ആ സുപ്രധാന ബില്ലിനെ എതിർക്കും എന്ന് പറയുന്നതും താങ്കളാണ്. എന്താണ് ആശങ്കയുടെ അടിസ്ഥാനം? ഒരു തിരുത്തലുണ്ട് താങ്കളുടെ സ്റ്റേറ്റ്മെന്റിൽ. ആ സുപ്രധാന ബില്ലിനെ എതിർക്കുമെന്ന് ഞാനോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പാർട്ടിയുമോ പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കും ആ ബില്ലിനെ. കഴിഞ്ഞ 30 വർഷമായി കിടക്കുന്ന ബില്ലല്ലേ, എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? സ്വയമായി ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. സുഷമ സ്വരാജ് ലോക്സഭയിലും അതുപോലെ തന്നെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ രാജ്യസഭയിലും പ്രതിപക്ഷ നേതാക്കളായിരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ഇതാ ഈ ബില്ല് കൊണ്ടുവന്നാൽ ഉടനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ ഈ ബില്ല് പാസ്സാക്കുമെന്ന് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് BJP നേതൃത്വം. പക്ഷേ എന്നാൽ ആ രീതിയിൽ ഈ ബില്ല് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനോ ആവശ്യമായ പിന്തുണ നേടിക്കൊടുക്കുന്നതിനൊന്നും ഒരു പരിശ്രമം നടത്തി. അത് മാത്രമല്ല, നിങ്ങൾ തൊട്ടു മുന്നേ ചോദിച്ചു, 2014 അധികാരത്തിൽ വന്നിട്ട് 2023 വരെ ഈ ബില്ലിനെ കുറിച്ച് ഒരക്ഷരം സംസാരിക്കാതിരുന്നതാണ് നമ്മുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് എന്തിനാണ് ഒരു ദിവസം റൂമർ വരുന്ന മാധ്യമങ്ങളിലൂടെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാവും, അതിൽ ആദ്യം കൊണ്ടുവരുന്ന ബില്ല് മഹിളാ സംവരണ ബില്ലായിരിക്കും, വനിതാ സംവരണ ബില്ലായിരിക്കും എന്നൊക്കെ റൂമർ എങ്ങനെയാണ് വന്നത്? ആ റൂമർ വരുന്നതിന് കാരണമായത് ഈ കേന്ദ്ര ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് സുപ്രീം കോടതിന്റെ അതികർശനമായ നിർദ്ദേശത്തെ തുടർന്നാണ്. അത് NFIW 2021 കൊടുത്ത, ദേശീയ മഹിളാ ഫെഡറേഷൻ 2021 കൊടുത്ത ഒരു റിട്ട് പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ കോടതി ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റിനോട്, നിങ്ങൾ അറിയിക്കണം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പറഞ്ഞ 2 വർഷക്കാലം കോടതിക്ക് മുമ്പാകെ തങ്ങളുടെ നിലപാട് അറിയിക്കുന്നത് റെഫ്യൂസ് ചെയ്ത മടിച്ചു നിന്ന കേന്ദ്ര ഗവൺമെന്റിനെ അതിശക്തമായി ആ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.